വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. കോഴിക്കോട് ഫറൂഖിനടുത്ത കോടമ്പുഴ മച്ചിലകത്ത് റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നലെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. എന്നാൽ വധശിക്ഷ റദ്ദാക്കിയ അതേ ബെഞ്ച് തന്നെ കേസിൽ വിധി പറയണമെന്ന് നിർദ്ദേശിച്ച് റിയാദ് ക്രിമിനൽ കോടതി വിധി പറയുന്നത് മാറ്റിവെക്കുകയായിരുന്നു. കേസിനി ഡിസംബർ 8 പരിഗണിക്കാനാണ് സാധ്യത. ഹെൽത്ത് ആപ്പുകൾ കരുതലോടെ ഉപയോഗിക്കണമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. തങ്ങളുടെ ആരോഗ്യ ഡാറ്റ മറ്റുള്ളവർക്ക് ലഭിക്കാതിരിക്കാൻ, അക്കൗണ്ടുകൾ സംരക്ഷിക്കാൻ മറ്റാർക്കും പെട്ടെന്ന് മനസ്സിലാകാത്തതും ശക്തവുമായ പാസ്വേഡുകൾ ഉപയോഗിക്കണമെന്നും അധിക പരിരക്ഷയ്ക്കായി 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ അഥവാ 2 ഘടക പ്രാമാണീകരണം ഉറപ്പാക്കണമെന്നുമാണ് നിർദ്ദേശം. സ്ഥിരീകരിക്കാത്ത ഉറവിടങ്ങളുമായി ആരോഗ്യ വിവരങ്ങൾ പങ്കിടരുതെന്നും തങ്ങളുടെ ഹെൽത്ത് അക്കൗണ്ടുകളിലേക്കുള്ള അനധികൃത കടന്നുകയറ്റത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും ഹെൽത്ത് അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബ്രസീലിയൻ ഫുട്ബോൾ സൂപ്പർ താരം നെയ്മർ ജൂനിയറിന്റെ വീട് ഇനി ദുബായിൽ. ദുബായിലെ അത്യാഡംബര സോണായ ബുഗാട്ടി റെസിഡൻസിൽ 20 കോടി ദിർഹം വിലമതിക്കുന്ന പെൻ ഹൗസാണ് നെയ്മർ സ്വന്തമാക്കിയത്. പ്രോജക്റ്റിനുള്ളിലെ സ്കൈ മാൻഷൻ കളക്ഷന്റെ ഭാഗമാണ് നെയ്മർ ജൂനിയറിന്റെ വസതി. വാഹനങ്ങൾ നേരിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്വകാര്യ എലിവേറ്ററും നീന്തൽക്കുളവും ഡൗൺ ടൗൺ ദുബായ് സ്കൈലൈന്റെ മനോഹരമായ കാഴ്ചകളും ഉൾപ്പെടുന്ന അത്യാഡംബര വസതിയാണ് ബ്രസീലിന്റെ ഈ സൂപ്പർ താരം സ്വന്തമാക്കിയത്. എഴുത്തുകാരനും സിനിമാ നിർമ്മാതാവുമായ മൻസൂർ പള്ളൂരിന്റെ സിനിമ ഭാവുകത്വത്തിലെ പരിണാമദിശകൾ എന്ന പുസ്തകം നടൻ രവീന്ദ്രൻ മാധ്യമപ്രവർത്തകൻ MCA നാസറിന് നൽകി പ്രകാശനം ചെയ്തു. KPK വെങ്കര, PP ശശീന്ദ്രൻ, KM ജയരാജ്, സൈനുൽ ആബ്ദീൻ, പ്രതാപൻ തായാട്ട് എന്നിവർ ആശംസകൾ നേർന്നു. മലയാളം മിഷൻ ദുബായ് ചാപ്റ്റർ സാംസ്കാരിക സായാഹ്നം കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. മുരളി മംഗലത്ത്, KM അബ്ബാസ്, വിനോദ് നമ്പ്യാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വീരാൻകുട്ടി, ശ്രീകുമാരി, അഖില, വിൽസൺ, നിഷാദ് എന്നിവർ സാംസ്കാരിക സദസ്സിൽ പങ്കാളികളായി. വിദ്യാർത്ഥിയായ ആന്തസ് ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടാണ് സാംസ്കാരിക സമ്മേളനം തുടങ്ങിയത്. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും കവിതകളും ഗാനങ്ങളും ആലപിച്ചു.